ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചുള്ളൊരു ഹെയർ പാക്കാണ്. മുടിക്ക് നല്ലൊരു കളറ് കിട്ടാനും മുടി വളരാനും മുടി നല്ല ഷൈനി ആയിട്ട് നിൽക്കാനൊരു ഹെയർ പാക്കാണ്. അപ്പം ചെമ്പരത്തിപ്പൂവും അതുപോലെ നെല്ലിക്കയുടെ പൊടിയും ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും വലിയൊരു പ്രശ്നമാണ് മുടി പെട്ടെന്ന് നരയ്ക്കുക, അതുപോലെ തന്നെ ഒരുപാട് ഡാൻഡ്രഫ് തലയിലുണ്ടാകുക. അതൊക്കെ പോകാനായിട്ടുള്ള നല്ലൊരു പായ്ക്കാണ്. അതുപോലെ മുടി നല്ല കറുപ്പായിട്ട് കിട്ടുകയും നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചെമ്പരത്തി ഉണ്ടെങ്കിൽ അത് ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ ജ്യൂസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പായ്ക്ക് തയ്യാറാക്കാം. അതല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ ഉണക്കി പൊടിച്ച പൊടി കൊണ്ടും നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിപ്പൂ ഉണക്കി പൊടിച്ച പൊടിയാണ്. ഒരു 1 ടീസ്പൂൺ ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി പാത്രത്തിലിട്ട് കൊടുത്ത ശേഷം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലോണം കട്ടകളൊന്നുമില്ല നല്ലോണം ഇത് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്ത ശേഷം നമുക്കൊരു സൈഡിലോട്ട് ഇത് മാറ്റി വെക്കാം. നമുക്കിനി തലയിൽ തേക്കാനുള്ള പായ്ക്ക് തയ്യാറാക്കാം. ഒരു മിക്സി എടുക്കുക. മിക്സിയിലേക്ക് പനിനീർക്കുറുക്കയുടെ ഇല ഇട്ട് കൊടുക്കുക. പനിനീർക്കുറുക്കയുടെ ഇല ഇട്ട് കൊടുത്താൽ അറിയാം നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടാനും മുടി വളരാനും അതുപോലെ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനും വളരെ നല്ലതാണ്. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഹെന്ന പൗഡറാണ്. ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നെല്ലിക്കാപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സിയിൽ ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അപ്പം നല്ല ഫൈനായിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇരുമ്പ് പാത്രത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പായ്ക്ക് നല്ലൊരു കറുത്ത കളറോട് കിട്ടും. നല്ല ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇരുമ്പ് ചട്ടി മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. അതിനുശേഷം നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തി ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇത് മിക്സ് ആക്കി എടുക്കുക. നമുക്കിത് ഒരു ദിവസമാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കേണ്ടത്. അപ്പം നമുക്ക് നാളെയാണ് തലയിൽ തേക്കണമെങ്കിൽ തലേ ദിവസം ഇതുപോലെ കലക്കി വെക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളറോട് കിട്ടും. അപ്പം നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് ഈ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ദിവസം നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി വന്നിരിക്കുന്ന ചെമ്പരത്തി ജ്യൂസ് നമുക്ക് കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ചെമ്പരത്തി ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മിക്സ് ആക്കി എടുക്കുക. നമ്മൾ ഈ തലയിൽ ഈ ഹെയർ പാക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ തല കഴുകിയ ശേഷം ഈ ഒരു ചെമ്പരത്തി കണ്ടീഷണർ തലയിൽ ഒഴിച്ചു കൊടുത്ത് കഴുകിയെടുക്കുക. മുടി നല്ലോണം തിളങ്ങുകയും നല്ലോണം വളരുകയും ഒക്കെ ചെയ്യും. അപ്പം നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തി ഹെയർ പാക്ക് പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് തലയോട്ടിയിലും മുടിയിലും എല്ലാം തേച്ച് 2 മണിക്കൂർ ശേഷം നിങ്ങൾക്ക് കഴുകിക്കളയാം. അപ്പം കയ്യെ ഞാൻ നല്ലോണം ഇങ്ങനെ തേച്ച് കാണിച്ചു തരാം. നല്ലൊരു ബ്ലാക്ക് കളറോട് നമുക്ക് ഈ ഒരു പാക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മുടി വളരാനും അതുപോലെ തന്നെ മുടി നല്ല കറുപ്പായിട്ടിരിക്കാനും മുടി നല്ല തിളങ്ങാനും ഒക്കെ നല്ലൊരു ഹെയർ പാക്കാണ്. അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്